കാസർഗോഡിന്റെ തനത് കൈത്തറി ഉൽപ്പന്നമാണ് കാസർഗോഡ് സാരി. ഭൗമസൂചിക അംഗീകാരം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടെങ്കിലും കാസർഗോഡ് സാരിക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ല. സാരിയെ ജനപ്രിയമാക്കാനുള്ള ചിന്തകൾക്കൊടുവിലാണ് കാസരി പാവകളുടെ പിറവി. നവംബറിൽ നടത്തിയൊരു എക്സിബിഷനിൽ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഡോൾസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. കൂടുതലായിട്ടും ഇപ്പം വേസ്റ്റ് മെറ്റീരിയൽസ് ബാക്കി വരുന്നുണ്ട്. അപ്പം അത് അവർ ജസ്റ്റ് കളയാണ്. അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഞാൻ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള ആർട്ട് വർക്ക്സ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒന്ന് വേസ്റ്റായിട്ട് കിട്ടിയാലും അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ നോക്കും. അങ്ങനെ ആ കൂട്ടത്തിൽ ജസ്റ്റ് ചെയ്തതാണ്. 2 തരം പാവകളാണ് മാളവിക ഉണ്ടാക്കുന്നത്. തടി കൊണ്ടുള്ള മുഖത്തോടു കൂടിയ വലിയ പാവകളും സാരിത്തുണി മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയ പാവകളും. ചെറുപാവകൾ വാഹനങ്ങളിൽ അലങ്കാരമായി തൂക്കിയിടാനാകും. ഉപയോഗശൂന്യമായതും നെയ്യുമ്പോൾ തകരാറ് വന്നതും വിറ്റുപോകാത്തതുമായ സാരികൾ കൊണ്ടാണ് കാസരി പാവകളുടെ നിർമ്മാണം. കാസർഗോഡിന്റെ സുവനീറായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലുമെല്ലാം നമ്മൾക്കിത് കാണാനാകും. നക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കാനെത്തുന്ന അതിഥികളെ സ്വീകരിക്കുമ്പോൾ കാസർഗോഡിന്റെ സാംസ്കാരിക തനിമയുടെ സൂചനയായി കാസരി പാവകളെ നൽകാനും കഴിയും. കൈത്തറി സംഘങ്ങൾ വഴിയും കാസർഗോഡ് സാരിയുടെയും മാളവികയുടെയും ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകൾ വഴി കാസരി പാവകൾ ആവശ്യക്കാർക്ക് സ്വന്തമാക്കാം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. അങ്ങനെ വീണ്ടും ഒരു ചരിത്രമാവാൻ ഇതാ മറ്റൊരു പാവ കൂടി, ചേക്കുട്ടി പാവയ്ക്ക് ശേഷം അല്ലേ? സാറിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കൂ. ചേക്കുട്ടിപ്പാവ എന്ന് പറയുന്ന സമയത്ത് അത് അതിജീവനത്തിന്റെ തിരിച്ചുവരവിന്റെ പ്രതീകമാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയുന്ന കസാരി പാവകൾ എന്ന് പറയുന്നത് ഒരു നാടിന്റെ തനതായ മൂല്യങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ള ആ ഒരു പ്രതീകമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അതൊരു സാധാരണ പാവയല്ല. കാസർഗോഡ് സാരി എന്ന് പറഞ്ഞ ലോകം അംഗീകരിച്ച ഒരു ബ്രാൻഡിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഒരു ആശയത്തിന്റെ പ്രതീകമാണ് കസാരി പാവകൾ അല്ലെങ്കിൽ കസാരി ബൊമ്മകൾ. ഈ ഒരു ബൊമ്മകൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളവികയെ പോലൊരു കുട്ടി പെട്ടെന്ന് വീട്ടിലിരുന്ന് ഒരു തട്ടിക്കൂട്ടിയ ഒരു കാര്യമല്ല. വലിയൊരു ആശയമുണ്ട്. മാളവികയെ പോലുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കലാകാരിയുടെ ആ ഒരു തലച്ചോറിന് പിറകിൽ മറ്റു കുറച്ച് ആളുകളുടെ കൂടെ ആശയങ്ങളുണ്ട്. കാരണം മാളവിക ജില്ലാ കളക്ടറുടെ കീഴിലുള്ള DCIP ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെ കാസർഗോഡ് സാരിയുടെ നെയ്ത്തുചേരകൾ കാണാനിടയായത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് വലിയ തോതിൽ അംഗീകാരം, ലോകത്തിൽ മുഴുവൻ അംഗീകാരം ലഭിച്ചതാണെങ്കിലും നമ്മുടെ മലയാളികൾക്കിടയിൽ കാസർഗോഡ് സാരിക്ക് വലിയ ഒരു വിപണന മൂല്യമില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. അപ്പോൾ അത് വീണ്ടെടുക്കുക, ഒരു കാലത്ത് ഹിറ്റായിരുന്ന കാസർഗോഡ് സാരിയുടെ ആ ഒരു പ്രൗഢി വീണ്ടെടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കസാരി പാവകൾ പിറവിയെടുത്തത് എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഇതെങ്ങനെയാണ് ഈ കാസർഗോഡ് സാരികൾ നമുക്ക് റീബ്രാൻഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു ചർച്ച ജില്ലാ കളക്ടറേറ്റിലാകെ നടക്കുന്ന സമയത്താണ് കളക്ടർ അടക്കമുള്ള ഉന്നത അധികാരികൾ അറിയുന്നത് മാളവികയ്ക്ക് മറ്റൊരു, ഇപ്പോൾ നമ്മൾ കൊച്ചിരാജാവ് സിനിമയിലൊക്കെ പറയുന്ന പോലെ എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് എന്ന് പറയുന്ന പോലെ മാളവികയ്ക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ തന്നെ കരകൗശല മേളകളിലൊക്കെ തന്നെ ഒട്ടേറെ സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയ ഒരു കൊച്ചു കലാകാരി മാളവികയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളൊരു കാര്യം അവരറിയുന്നത്. അങ്ങനെയാണ് പാവ നിർമ്മാണത്തിലേക്ക് വീണ്ടും മാളവികയെ അവർ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇത്തവണ റോ മെറ്റീരിയൽസ് ഒക്കെ തന്നെ അവർ നൽകി. ഈ പറഞ്ഞ സാരി നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വേസ്റ്റേജ് എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് തള്ളിക്കളഞ്ഞിരുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മാളവിക ഇത്രയും സുന്ദരമായിട്ടുള്ള പാവകൾ നിർമ്മിച്ചത്. ഇപ്പോൾ ആ പാവകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ തന്നെ കാസർഗോഡൻ സാരികൾ വിൽക്കുന്ന സ്റ്റോറേജുകളിലൂടെയും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസുകളിലൊക്കെ തന്നെ ഈ പാവകൾ കിട്ടാനുണ്ട്. അതുപോലെ തന്നെ മാളവികയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ മുഖേനയും നമുക്ക് ഇത് മേടിക്കാൻ കഴിയും. മാത്രമല്ല മാളവിക എന്ന് പറയുന്ന ആള് വളരെ ചരിത്രത്തോടെ ഇതെല്ലാ കാലവും നിലനിൽക്കട്ടെ.